ഹായ് ഗൈസ്, യുഎസിന്റെ ഇന്റർവ്യൂ പ്രോസസ്സിൽ ഈ 12 മാസത്തിനുള്ളിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിസ ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റി സംസാരിക്കുന്നതിനാണ്. റീസെന്റ് ഒരു കാൻഡിഡേറ്റ് വിസ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് ചോദിച്ചത്. അവർ എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ പൈത്തന്റെ ഒരു കാര്യം എങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത് എന്നാണ്. അത് ആ കാൻഡിഡേറ്റിന് മനസ്സിലായില്ല, കാരണം പൈത്തണിലുള്ള ലേറ്റസ്റ്റ് വേർഷന്റെ കാര്യമാണ് ചോദിച്ചത്. അവർ തിരിച്ചു പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈത്തണിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഇത് കൂടാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് വിസ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു. പക്ഷേ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് വിസ റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിസ ഇന്റർവ്യൂവിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ വിസ ഓഫീസർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നല്ലപോലെ പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. അടുത്തായിട്ട് ഇന്റർവ്യൂവിന്റെ ഡ്യൂറേഷനിൽ വന്ന മാറ്റത്തെ പറ്റി സംസാരിക്കാം. മുൻ വർഷങ്ങളിൽ ഇന്റർവ്യൂവിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 4 മിനിറ്റ്സ് വരെയായിരുന്നു. ഇപ്പോൾ അത് മാറി 30 seconds to 1 minute വരെയുള്ള രീതിയിലോട്ട് ചെറുതായി. അപ്പോൾ നിങ്ങൾ കൺവേ ചെയ്യാനുള്ള കാര്യം വ്യക്തമായി സംസാരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാക്കി അത് റിഹേഴ്സൽ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട്. അടുത്തായി പറയാൻ പോകുന്നത് വിസ ഇന്റർവ്യൂവിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വിസ റിജക്ഷൻ കിട്ടിയ കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വിസ ഇന്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കുമ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആദ്യമായി ഇതേ സ്ലോട്ട് നോക്കുന്നവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ന് മുതലാണ് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടിയത് ആ ഡേറ്റ് അവർ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഇത് എല്ലാവരുടെയും കേസിൽ ബാധകമല്ല. ചിലരുടെ കേസിൽ സ്ലോട്ട് കിട്ടുകയും ചെയ്യും. അടുത്തതായി വിസ റിജക്ഷന്റെ റീസൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റി തീർത്തും റാങ്കിങ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് വിസ റിജക്ഷന് കാരണമായേക്കാം. എല്ലാവരുടെയും കേസിൽ അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് വിസ റിജക്ഷന്റെ ഒരു കാരണമായേക്കാം. കാരണം യുഎസിൽ ഉയർന്ന ഫീയിൽ കുറഞ്ഞ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് നല്ലത് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ ഫീസിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമല്ലോ.